Hi students, welcome to the class of Mechanics of Solids. Today we are going to study some numerical problems from the portion Principal Stresses and Strains. ഇപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രിൻസിപ്പൽ പ്ലെയിൻസിലുള്ള സ്ട്രെസ്സസ് ആണ് പ്രിൻസിപ്പൽ സ്ട്രെസ്. എന്തുകൊണ്ടാണ് അതിനെ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്? അവിടെ ഷിയർ സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല, ഓൺലി നോർമൽ സ്ട്രെസ്സേ ഉണ്ടാവുള്ളൂ. ആ നോർമൽ സ്ട്രെസ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. At a point in a strained material, the principal stresses are 100 Newton per mm square tensile and 60 Newton per mm square compressive. Determine the normal stress, shear stress and resultant stress on a plane inclined at 50 degree to the axis of major principal stress. Also determine the maximum shear stress at the point. എന്താ ക്വസ്റ്റ്യൻ? ഒരു സ്ട്രെയിൻഡ് മെറ്റീരിയലിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നു. ആ പ്രിൻസിപ്പൽ സ്ട്രെസ് 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ടെൻസൈൽ നേച്ചറും 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ കംപ്രസീവ് നേച്ചറുമുള്ള രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ സ്ട്രെയിൻഡ് മെറ്റീരിയലിന് നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും റിസൾട്ടൻറ്റ് സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ ഒബ്ലിക് പ്ലെയിൻ ആണ്, അതായത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, വിച്ച് ഇസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി ആണ്. എങ്ങോട്ടാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ആക്സിസിലേക്കാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. സോ രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ട്. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, അതായത് 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സുമായിട്ട് എടുക്കുക. സോ നമുക്ക് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഗിവൺ ഡാറ്റ എന്തൊക്കെയുണ്ട്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി സിഗ്മ 1 ദറ്റ് ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി സിഗ്മ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. നമ്മളിവിടെ -60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നാണ് എഴുതിയേക്കുന്നത്. കാര്യം എന്താ? വിച്ച് ഈസ് കംപ്രസീവ് ഇൻ നേച്ചർ. ആൻഡ് ദ തീറ്റ ഇസ് ഈക്വൽ ടു, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വേണം, തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 50 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ദ ആക്സിസ് ഓഫ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് തന്നിരിക്കുന്നത് 50 ഡിഗ്രി. അപ്പോൾ അത് കാരണം ദെയർഫോർ ദ ആംഗിൾ ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ദ ആക്സിസ് ഓഫ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് തീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വിത്ത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് തന്നിട്ടുണ്ട് 50 ഡിഗ്രി. സോ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വിത്ത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് തീറ്റ. അത് നമ്മൾ കണ്ടുപിടിച്ചു 40 ഡിഗ്രി. So next we have to determine the normal stress and shear stress. Normal stress can be determined by using the equation sigma 1 plus sigma 2 divided by 2 plus sigma 1 minus sigma 2 divided by 2 into cos 2 theta, where sigma 1 is the major principal stress and sigma 2 is the minor principal stress and theta is the angle of inclination made with the axis of minor principal stress. So നമുക്ക് sigma 1ൻ്റെ sigma 2ൻ്റെ തീറ്റയുടെ എല്ലാം വാല്യൂ അറിയാം. So we have to substitute that sigma 1 is equal to 100 plus sigma 2 എന്ന് പറയുന്നത് -60 ആണ്, divided by 2 plus 100 minus -60 divided by 2 into cos 2 into 40. തീറ്റയുടെ വാല്യൂ നമ്മൾ 40 എന്ന് കണ്ടുപിടിച്ചു. So we will obtain as 100 minus 60, 40 divided by 2 is equal to 20 plus 100 plus 60, 160 divided by 2 is equal to 80 cos 80 degree, which is equal to 33.89 Newton per mm square. Similarly, we have to calculate the tangential stress sigma t. Now sigma t is equal to sigma 1 minus sigma 2 divided by 2 into sin 2 theta. നമുക്ക് sigma 1ൻ്റെ sigma 2ൻ്റെയും തീറ്റയുടെയും വാല്യൂ അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100 minus -60 divided by 2 into sin 2 into 40. That is equal to 80 by 160 by 2 is equal to 80
sine 80, which is equal to 78.875 78.785 Newton per mm square. Now we have to determine the resultant stress. Resultant stress sigma r is equal to square root of sigma n the whole square plus sigma t the whole square, that is equal to sigma n the value നമുക്കറിയാം, which is equal to 33.89 the whole square plus sigma t is 78.785 the whole square. Square root for this is equal to, we will obtain the value as 85.765 Newton per mm square. And we have to also determine the maximum shear stress. Maximum shear stress is determined by using the formula sigma 1 minus sigma 2 divided by 2. We know that sigma 1 is equal to 100 and sigma 2 is equal to minus 60 divided by 2, that is equal to 80 Newton per mm square. So നമുക്ക് നോർമൽ സ്ട്രെസ്, ടാൻജൻഷ്യൽ സ്ട്രെസ്, റിസൾട്ടൻറ്റ് സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ്, ഇത്രയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞത് നോർമൽ സ്ട്രെസ്, വിച്ച് ഇസ് ഡിറ്റർമൈൻഡ് ആസ് 33.89 Newton per mm square. Second one, tangential stress, which is obtained as 78.785 Newton per mm square. Next, the resultant of this normal stress and tangential stress, that is equal to 85.785 Newton per mm square, and the maximum shear stress is obtained as 80 Newton per mm square. So moving on to next question. നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. അറ്റ് എ പോയിന്റ് ഇൻ എ സ്ട്രെയിൻഡ് മെറ്റീരിയൽ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആർ 100 Newton per mm square ടെൻസൈൽ and 40 Newton per mm square compressive. Determine the resultant stress in magnitude and direction on a plane inclined at 60 degrees to the axis of the major principal stress. What is the maximum intensity of shear stress in the material at the point? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രെയിൻഡ് മെറ്റീരിയലിലേക്ക് ആക്ട് ചെയ്യുന്ന രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും. The major principal stress is 100 Newton per mm square, which is tensile in nature, and minor principal stress compressive in nature ആണ് 40 Newton per mm square. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ പ്ലെയിൻ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്ന ഈ പർട്ടിക്കുലർ പ്ലെയിനിലെ റിസൾട്ടൻറ്റ് സ്ട്രെസ്സ്, അതായത് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്ന കാരണം അവിടെ ഒരു നോർമൽ സ്ട്രെസ്സും ഒരു ടാൻജൻഷ്യൽ സ്ട്രെസ്സും ഡെവലപ്ഡ് ആവും. അതുമൂലമുണ്ടാകുന്ന ഒരു റിസൾട്ടൻറ്റ് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടു ഡിറ്റർമൈൻ ദ മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് ഷിയർ സ്ട്രെസ് ഇൻ ദ മെറ്റീരിയൽ അറ്റ് ദാറ്റ് പോയിൻറ്റ്, ആ പോയിൻറ്റിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കപ്പം നമ്മുടെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ഗിവൺ ഡാറ്റ നോക്കാം. നമുക്ക് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി സിഗ്മ 1 is equal to 100 Newton per mm square. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി സിഗ്മ 2 is equal to -40 Newton per mm square. എന്തുകൊണ്ടാണ് -40 എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് കംപ്രസീവ് നേച്ചറാണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ഇൻക്ലിനേഷൻ ഓഫ് ദ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് വിത്ത് ദ പ്ലെയിൻ. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തന്നിരിക്കുന്നത് 60 ഡിഗ്രി. സോ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ നമുക്കപ്പം നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും കണ്ടുപിടിക്കാം. നമുക്ക് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും തീറ്റയും എല്ലാം ഉണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സോ നോർമൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു, substitute the values in this equation. Sigma 1 ന്റെ value 100, sigma 2 ന്റെ value plus
minus 40 divided by 2 plus 100 minus 40 divided by 2 into cos 2 into 30, which is equal to 100 minus 40 by 2 ആകുമ്പോൾ 60 by 2 is equal to 30 plus 100 minus 40 ആകുമ്പോൾ 140 by 2 70 cos 60 degree, which we will be obtained as 65 Newton per mm square. So we will obtain the normal stress value as 65 Newton per mm square. Now the tangential stress, sigma 1 minus sigma 2 divided by 2 into sin 2 theta. Sigma 1's value 100 minus sigma 2 into value minus 40 divided by 2 into sin 2 to 30, which is equal to 140 by 2 is 70 sin 60, that is equal to 60.62 Newton per mm square. So നമുക്ക് ടാൻജൻഷ്യൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും കിട്ടി. ഇനി നമുക്കറിയാം റിസൾട്ടൻറ്റ് സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു ഓഫ് സിഗ്മ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ ടി ദ ഹോൾ സ്ക്വയർ ആണെന്നറിയാം അല്ലേ, which is equal to square root of 65 square plus 60.62 square, that we will obtain the value as square root of 65 square plus 60. So resultant stress sigma r is equal to നമ്മൾ പറഞ്ഞിരുന്നു 65 square plus 60.62 the whole square, which is obtained as 88.89 Newton per mm square. Now the direction of this resultant stress, let it be tan phi. Tan phi is equal to sigma t by sigma n. Therefore the direction phi is equal to tan inverse sigma t by sigma n, which is equal to 6 tan inverse of 60.62 by 65, which we will obtain as 43 degree. So the magnitude is obtained as 88.9 Newton per mm square and the direction is 43 degree. Now we have to calculate the maximum shear stress. Let it be tau max. Tau max is equal to sigma 1 minus sigma 2 divided by 2 ആണ്. That is equal to 100 minus 40 divided by 2, that is equal to 140 by 2 is equal to 70 Newton per mm square. Okay, ഇപ്പോൾ നമ്മളോട് റിസൾട്ടൻ്റ് സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞു, മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. മൂന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഓൾ.